തോന്നക്കൽ കയറണം നിങ്ങൾ. എന്നാൽ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. ഇന്നാട്ടിലെ ഏറ്റവും നല്ല ചിക്കൻ ഫ്രൈ കിട്ടുന്ന ഒരു സ്പോട്ടാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു പൊടിയാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈയെ ഇന്നാട്ടിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിച്ചത്. ഞാൻ എത്ര ചോദിച്ചിട്ടും അദ്ദേഹം ഇതിൻ്റെ റെസിപ്പി പുറത്തു വിട്ടിട്ടില്ല. നല്ല തേങ്ങാക്കൊത്തും മറ്റെന്തോ രഹസ്യ കൂട്ടുകളുമാണ് ഈ പൊടിയിൽ അടങ്ങിയിരിക്കുന്നത്. മറ്റൊരുപാട് സ്ഥലത്ത് നിന്നും ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഈ അടിച്ചെടുക്കുന്ന ചൂട് പൊറോട്ടയും കൂടെ ഇച്ചിരി ഈ പൊടിയും ചിക്കനും ചേർത്ത് ഒരു പിടി പിടിക്കണം. ഞാൻ ഉറപ്പ് പറയാം, ഇതുപോലൊരു ചിക്കൻ ഫ്രൈ ഈ നാട്ടിലെ ഒരു തട്ടുകടകളിൽ നിന്നും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിക്കൻ ഫ്രൈ അടിക്കാറുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഏതാണ്? എനിക്ക് ഇവിടുത്തെ ഫുഡ് എല്ലാം ഏതൊക്കെ? ചിക്കൻ ഫ്രൈ ആണോ? ചിക്കനും കൊള്ളാം, പെരട്ടും കൊള്ളാം. ചിക്കനിലെ പൊടി എങ്ങനെയുണ്ട്? അത് തേങ്ങ ഇട്ടാ സൂപ്പർ. അതുപോലെ തന്നെ അത്രയും ക്വാളിറ്റിയിൽ കുക്ക് ചെയ്യുന്ന ഇവിടുത്തെ ബീഫ് പെരട്ട്, ചിക്കനേക്കാൾ മൊഞ്ചുള്ള നല്ല ചിക്കൻ പെരട്ട്. ഇതാണ് നമ്മുടെ തട്ടുകടയുടെ ഓണർ സുനിലണ്ണൻ. സുനിലണ്ണൻ ഈ ഉള്ളിവട ഇടുന്ന തിരക്കിലാണ്. ഇവിടെ ചിക്കൻ ഫ്രൈ പോലെ തന്നെ ഉള്ളിവടയും ഭയങ്കര ഫേമസ് ആണ്. നല്ല ഫാൻ ബേസ് ഉള്ള ഐറ്റമാണ് ഇവിടുത്തെ ഉള്ളിവട എന്ന് പറയുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇവിടുത്തെ ചായക്കടികൾ. ഉള്ളിവടയ്ക്കും പഴംപൊരിക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഇവിടെ ഉണ്ട്. ഉള്ളിവടയാണ് ചായക്കടികളിലെ ഇവിടുത്തെ താരം. എത്ര നാളായി നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടത്? ഏകദേശം 1 വർഷമായി. കഴിഞ്ഞ ഉത്സവത്തിനാണ് തുടങ്ങിയപ്പോൾ നാളെ അവിടെ കൊടിയേറിയാണ്. നാളെ ഇടകാലത്ത് അമ്പലത്തിലൂടെ കൊടിയേറ്റാണല്ലേ? കഴിഞ്ഞ ഉത്സവത്തിലെ നാട്ടിലാണ് നമ്മൾ തുടങ്ങിയത്. 1 വർഷമായി. നാളെ ആകുമ്പോൾ 1 വർഷമാകും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ഫുഡ് എടുത്താലും പക്ക ക്വാളിറ്റിയാണ് സാധനം. അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമൊത്ത് ആസ്വദിച്ച് നല്ല ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരിക. ഡൈനിങ്ങിനേക്കാൾ പാഴ്സലാണ് ഇവിടെ കൂടുതൽ. നമ്മളവിടെ ഇരിക്കുമ്പോഴും കണ്ണാടിക്കൂട്ടിലെ ചായക്കടികൾ തീർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, തോന്നയ്ക്കൽ ഇടയാമണത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് സമീപം കാർത്തിക തട്ടുകട.